ഹല്ലേലൂയ. നമ്മൾ ഒരു തിരുവചന ഭാഗം വായിക്കാൻ പോവാണ്. നാം ഒരു ഇറൈവാർത്തയിൻ പകുതി വാസിക്ക പോகிறோம். നിങ്ങൾക്കൊക്കെ നമുക്കൊക്കെ സുപരിചിതമായ ഒരു വചനമാണ് വായിക്കാൻ പോകുന്നത്. നമുക്ക് മിகவும் അറിമുഖമുള്ള ഒരു ഇറൈവാർത്തயை தான் വാസിക്ക. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായമാണ് വായിക്കാൻ പോകുന്നത്. യോവാൻ നற்செய்தி 2-ാவது അധികാരം വാസിക്ക പോകുന്നു. കാനായിലെ വിവാഹ വിരുന്നിനെ കുറിച്ചിട്ടാണ് വായിച്ചു കേൾക്കാൻ പോകുന്നത്. കാനാവിൽ തിരുമണ വിളാവെ പറ്റി വാസിക്ക പോകുகிறோம். അച്ഛൻ വർഷങ്ങളായി തമിഴ് ധ്യാനം നടത്തുന്നുവെങ്കിലും തമിഴ് നല്ല വശമൊന്നുമില്ല. ഫാദർ പല ആണ്ടുകളാக തമിഴ് ധ്യാനം നടത്തിക്കൊണ്ട് സ്റ്റീഫൻ അച്ഛനും ജെയിൻ അച്ഛനും ഇവിടെയുള്ള അച്ഛന്മാരൊക്കെ തമിഴ് പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയാണ്. ഇങ്ങ് സ്റ്റീഫൻ അച്ഛനും ജെയിൻ അച്ഛനും തമിഴ് പ്രസംഗിക്കുമ്പോൾ എനിക്ക് ரொம்ப അത്ഭുതமாக இருக்கு. എൻ്റെ ജീവിതത്തിലെ എല്ലാ മഹത്തായ കാര്യങ്ങളും തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. என்னுடைய வாழ்க்கையில் மிக முக்கியமான நாட்கள் எல்லாம் தமிழகத்தில் இருந்து தான் நடந்திருக்கு. എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുള്ളത് തമിഴ് മക്കളാണ്. எனது ബർത്ത്ഡേ കൊണ്ടാടപ്പെട്ടത് തമിഴ് മക്കളിൽ. എൻ്റെ ഓഡീഷൻ ആഘോഷിച്ചിട്ടുള്ളത് തമിഴ് മക്കളാണ്. ഓഡീഷൻ കൊണ്ടാടിയതും തമിഴ്നാട്ടിൽ. അപ്പോൾ ഞാൻ ആഗ്രഹിക്കാറുണ്ട്, ഞാനും ഒരു തമിഴനായി ജനിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ കൊതിക്കാറുണ്ട്. ഞാൻ ഒരു തമിഴ് മകനാக പിറந்திருந்தால் என்று நான் ആശയപ്പെടുகிறேன். ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആകയാൽ ഉങ്ങളെ பார்க்கிற போது ரொம்ப மகிழ்ச்சியாக உள்ளது. ഇന്ന് നമ്മൾ ഒരു ബൈബിളിലെ ഭാഗം നമ്മൾ വായിച്ച് കേൾക്കാൻ പോവാണ്. ബൈബിൾ പകുതി വാസിച്ച് കേൾക്കാൻ പോകുகிறோம். യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോവാൻ നற்செய்தி 2-ാவது അധികാരം 1 മുതൽ ഇറൈവാർത്തൈ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. 3-ാണ് ഗലീലയിലുള്ള കാനാവിൽ തിരുമണം ഒന്ന് നடைபெற்றது. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ തായും അങ്ങ് இருந்தார். യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. യേശുവിന്റെ ശിഷ്യരും വിരുന്നിற்கு അழைப்பு பெற்றிருந்தனர். അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ ദ്രാക്ഷരസം തീർന്നു പോകവേ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, യേശുവിൻ തായ് അവരെ നോക്കി കൂറിനാർ, അവർക്ക് വീഞ്ഞില്ല. അവർക്ക് രസം തീർന്നു വിട്ടത്. യേശു അവളോട് പറഞ്ഞു, യേശു അവരിடம் കൂറിനാർ, സ്ത്രീയെ, പെണ്ണെ, എനിക്കും നിനക്കും എന്ത്? എനക്കും ഉനക്കും എന്ന? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. എന്നുடைய നേരം ഇതുവരെ ആകവിல்லை. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവരുടെ അമ്മ വേലക്കാരനോട് കൂറിനാർ, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. അവൻ ഉங்களிடம் கூறுவதை செய்யுங்கள். യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള ഇതിന് തൂയ്മപ്പെടുത്തുന്ന കൽത്തൊട്ടിക്കുള്ളിൽ വെള്ളം നിറയ്ക്കുന്ന 6 കൽപ്പരടികൾ അവിടെ ഉണ്ടായിരുന്നു. തണ്ണീർ നിറപ്പുകിற 6 കൽത്തൊട്ടികൾ ഇരിക്കുന്നത്. 1, 2, 3 അളവ് കൊള്ളുമായിരുന്നു. 1, 2, 3 കുടം തണ്ണീർ അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. കൽത്തൊട്ടിയിൽ തണ്ണീർ നിറപ്പുമ്പടി യേശു കൂറിനാർ. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. അവർ അവற்றை വിളിമ്പ് വരെ നിറപ്പിനാர்கள். ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. ഇനി പന്തി മേற்பாளையோடு കൊണ്ടുപോങ്ങൾ എന്ന് അവർ കൂറിനാർ. അവർ അപ്രകാരം ചെയ്തു. അവർ അവ്വാറേ ചെയ്താர்கள். കലവറക്കാരൻ പന്തി മേற்பாளையாளர் വീഞ്ഞായി മാറിയ ദ്രാക്ഷരസமாக മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. തണ്ണീரை சுவைத்தார்கள். അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എங்கே ഇരുന്നത് എന്ന് അവർക്ക് தெரியாது. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. തണ്ണീർ കൊണ്ടുവന്ന് കൊടുത്ത പണിയാളർക്ക് தெரிந்திருந்தது. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, മണവാളനെ കൂപ്പിട്ട് சொன்னார், എല്ലാവരും മേൽത്തരം വീഞ്ഞ് എല്ലാവരും ഉയർന്ന ദ്രാക്ഷരസം ആദ്യം വിളമ്പുന്നു. മുതലിൽ കൊടുപ്പാர்கள். അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ അവർക്ക് ലഹരി പിടിത്തதற்கு பிறகு താഴ്ന്ന തരവും താഴ്ന്ന ഗണത്തെ ചേർന്ന, എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. இந்த நல்ல ரசத்தை இதுவரை மாற்றி வைத்திருந்தீர்களே. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച യേശു തന്റെ മാட்சியை வெளிப்படுத்துவதற்கான അടയാളങ്ങളുടെ ആരംഭമാണ് അടയാളത്തിൻ മുതൽதான் ഗലീലയിൽ ചെയ്ത ഗലീലയാവിൽ ചെയ്യപ്പെട്ട ഈ അത്ഭുതം. இந்த അത്ഭുതം ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ശിഷ്യர்கள் അവരെ വിശ്വസിத்தார்கள். പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗത്തിൽ ഒരു ചിന്ത മാത്രം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാണ്. അൻപാനുകളെ വാസിத்து കേട്ട നற்செய்தியிலிருந்து ഒരു ചിന്തനെ ഞാൻ உங்களுக்கு கொண்டு வருகிறேன். മനോഹരമായിരിക്കുന്ന സുദിനമാണ് വിവാഹ സുദിനം. അഴകാன ഒരു നാൾ தான் திருமணத்தின் நாள். അവിടെ ജനക്കൂട്ടം വന്ന് നിറഞ്ഞു. ജനക്കൂട്ടം നിറയുന്നത്. അവർക്ക് വിളമ്പാൻ വീഞ്ഞില്ലാത്ത ഒരവസ്ഥ, അവർക്ക് പരിമാറുവதற்கு ദ്രാക്ഷരസം ഇല്ലാത്ത സൂழ்நிலை, നാണം കെടുന്ന ഒരവസ്ഥയാണത്. വെക്കം അടഞ്ഞു പോകുന്ന ഒരു സൂழ்நிலை. പ്രിയപ്പെട്ടവരെ, കണക്കുകൂട്ടുകൾ തെറ്റിച്ച ഒരു വീട്ടിലാണ് നമ്മളായിരിക്കുന്നത്. കണക്കുകളെല്ലാം തവറിപ്പോണ ഒരു വീട്ടിൽ தான் இருக்கிறோம். 500 പേരെ വിളിച്ചു, 1000 പേര് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം തികയില്ല. 500 പേരെ അழைத்து 1000 പേർ വന്നു വിട്ടാൽ ഉണവ് കൊടുക്ക முடியாது. ആ കുടുംബനാഥന്റെ സങ്കടം എന്തായിരിക്കും? കുടുംബ തലവരുടെ സങ്കടം എപ്പടി இருக்கும்? അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്, ஆகையால் தான் அருள் தந்தை கூறினேன், നാണം കെട്ട ഒരു വീട്ടിലാണ് ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നത്. வெக்கம் ஏற்படக்கூடிய வீட்டில் தான் அமர்ந்திருக்கிறோம். അതുപോലുള്ള കുടുംബങ്ങളോട് വന്നിട്ടുണ്ടായിരിക്കുക. അതുപോലുള്ള കുടുംബങ്ങൾ വന്നിരിக்கலாம். പലരും കളിയാക്കിയതിന്റെ നാണക്കേട്, പലർ കേളി പേശിയതിന്റെ വെക്കക്കേട്, സമ്പത്തില്ലാത്തതിന്റെ നാണക്കേട്, செல்வமில்லாததின் வெக்கക്കേട്, സൗന്ദര്യമില്ലാത്തതിന്റെ നാണക്കേട്, அழகில்லை என்கிற வெக்கക്കേട്, ആരോഗ്യമില്ലാത്തതിന്റെ നാണക്കേട്, ആരോഗ്യമില്ല എன்ற വെക്കം. ഈ നാണക്കേടിന്റെ മധ്യത്തിലേക്ക് இந்த வெக்கத்தினுடைய நடுவில் தான் നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ വരുന്ന കണ്ണീரை തുടയ്ക്ക് ഒരു வருகிறது. ദൈവമുണ്ടെന്ന് നീ വിശ്വസിക്കണം. ഒരു കടവുൾ ഇരിക്കുന്നത് എன்ற ആ നம்பிக்கை. ഈശോ നിന്റെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. യേശുവിന്റെ അരികിൽ കടന്നു വരുവാൻ, നിന്റെ നാണക്കേട് എടുത്തു മാറ്റാൻ. വെക്കക്കേട്ടை മാറ്റുവதற்கு നമ്മൾ പലതും കണക്ക് കൂട്ടിയില്ലേ? പലതും നാം കണക്ക് പോട്ടിരിക്കുന്നു. മക്കളിൽ നിന്ന് പലതും പ്രതീക്ഷിച്ചില്ലേ? പിള്ളകളെ പറ്റി പലതും നിனைக்கிறோம். സങ്കടം മാത്രം ഏറ്റുവാങ്ങുന്ന മാതാപിതാക്കന്മാർ ഇവിടെ ഇല്ലേ? ശമ്പളം மட்டும் വാങ്ങുന്ന പെற்றோர்கள் இல்லையே. എന്നാൽ ഈശോ പറയുകയാണ്, യേശു கூறுகிறார், നിന്റെ കണക്ക് കൂട്ടികൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, കണക്കുകളെല്ലാം തവറി പോയി വിട്ടാൽ, നിന്റെ നാണക്കേടിന്റെ മധ്യത്തിലുള്ള വീട്ടിൽ നിന്നാണ് വന്നതെങ്കിൽ, വെക്കക്കേടുള്ള വീട്ടിൽ നിന്ന് നാം കടന്നു വന്നിരിக்கிறோம் என்றால், നിന്റെ കുടുംബത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ഉൻ കുടുംബത്തിற்கு ഞാൻ കടന്നു നിന്റെ വരുவேன். നാണക്കേട് എടുത്തു മാറ്റാൻ, വെക്കക്കേട്ടை മാറ്റുവதற்கு, നിന്റെ കരച്ചിൽ എടുത്തു മാറ്റാൻ, അഴുകയെ മാറ്റുവதற்கு, ഇതാ നിന്റെ പക്കലേക്ക് ഞാൻ വരികയാണ്. ഉൻ അരികിൽ ഞാൻ വലത് കർമ്മയത്തെ കഥാന സ്തുതിച്ചേൻ, സ്തുതിക്ക് കണ്ടുകൊണ്ട് നീ ഹൃദയത്തിൽ കാണുക, എന്റെ കണ്ണീര് തുടയ്ക്കുന്ന ദൈവം ഈ ആലയത്തിലൂടെ നടക്കുകയാണ്. ആരാണ് ഏറ്റവും കൂടുതൽ കരയുന്നത് എങ്കിൽ അവന്റെ പക്കലേക്ക് കടന്നു വരാൻ, ആരാണ് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് എങ്കിൽ ആ വിഷമതയിലേക്ക് കടന്നു വരാൻ, ആരാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നുവെങ്കിൽ ആ സങ്കടത്തിലേക്ക് കടന്നു വരാൻ, ഇതാ യേശു ഈ അൾത്താരിൽ നിന്ന് കർമ്മല മാതാവിനോടൊപ്പം നിന്റെ പക്കലേക്ക് കടന്നു വരികയാണ്. രണ്ട് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 3 പ്രാവശ്യം യേശുവേ എന്ന് കൂപ്പിടുങ്കോ, യേശുവേ 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 യേശുവേ. கவலை தீர்ப்பா இயேசு, அழ வேண்டாம் நீ புலம்ப வேண்டாம், கண்மணியே நீ கலங்க வேண்டாம், அழ வேண்டாம் நீ புலம்ப வேண்டாம், கண்மணியே நீ கலங்க ചേർന്ന് പാടിയ வேண்டாம், എല്ലാവരും ചേർന്ന് പാടുവോ. நீ துடைப்பா இயேசு, கவலை தீர்ப்பா இயேசு. എല്ലാവരുടെയും കണ്ണീര് തുടച്ചോ? എല്ലാവരുടെയും കണ്ണീർ തുടയ്ക്കപ്പെട്ടതാ? യേശുവിന്റെ നടുവിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. യേശുവിന്റെ നടുവിൽ നടന്നു ചെன்று കൊണ്ടിരിக்கிறார். ഇന്ന് ഒരു കുടുംബത്തിന്റെ കണ്ണീര് കണ്ടാൽ തുടയ്ക്കാൻ ഓടി വരുന്ന പരിശുദ്ധ അമ്മയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ഒരു കുടുംബത്തിൻ കണ്ണീரை பார்த்து துடைப்பதற்கு கடந்து வருகின்ற கர்மல் மாத நாளை பார்த்து கொண்டிருக்கிறோம். ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. கடவுள் மனிதருக்கு கொடுத்த மிகப்பெரிய அன்பளிப்பு தான் பரிசுத்த மரியாள். പ്രകാശത്തെ സൂര്യനിൽ നിന്ന് മാറ്റാൻ പറ്റാത്തതുപോലെ തന്നെ, ஒளியை சூரியனிலிருந்து மாற்ற முடியாததை போல, യേശുവിൽ നിന്ന് ദൈവത്തിന് മാതാവിനെ മാറ്റാൻ പറ്റുകയില്ല. യേശുവിடமிருந்து മാതാவை മാற்ற முடியாது. പിശാചിനെതിരായിട്ടുള്ള ഒരു വലിയ ശക്തി ദുർഗമാണ് പരിശുദ്ധ കന്യാമറിയ. സാത്താനുക്ക് എതിരാக ഉള്ള பெரிய சக்தி தான் பரிசுத்த மரியாள். നമുക്കറിയാം, വിശ്വാസികളുടെ അമ്മയാണ് പരിശുദ്ധ കന്യാമറിയ. വിശ്വാസികളുടെ അമ്മ தான் பரிசுத்த மரியாள். ക്രിസ്ത്യാനിയുടെ സഹായമാണ് പരിശുദ്ധ കന്യാമറിയ. ക്രിസ്തുവർക്ക് ഉദവി ചെയ്യുന്നവർ தான் பரிசுத்த மரியாள். നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയാണ് പരിശുദ്ധ കന്യാമറിയ. നാം ഓരോരുവരുടെയും തായ് தான் பரிசுத்த மரியாள். ഇപ്പോൾ പറയുന്ന ഒരു ദൂതാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ദൂത് சொல்லப்படுகிறது. മറക്കരുത്, മറക്കக்கூடாது. ഹൃദയത്തിൽ എഴുതി വെക്കണം. இதயத்தில் எழுதி வைக்க வேண்டும். പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി, പരിശുദ്ധ തായോട് ഇരിക്കുന്ന ഭക്തി, പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി, തിരുപ്പലിയോട് ഇരിക്കുന്ന ഭക്തി, പരിശുദ്ധാത്മാവോടുള്ള ഭക്തി, പരിശുദ്ധ ആവിയോട് ഇരിക്കുന്ന ഭക്തി, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി, പരിശുദ്ധ അമ്മയോട് ഇരിക്കുന്ന ഭക്തിയും, പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി, പരിശുദ്ധ തിരുബലിയോട് ഇരിക്കുന്ന ഭക്തി, പരിശുദ്ധാത്മാവോടുള്ള ഭക്തി, പരിശുദ്ധ ആവിയോട് ഇരിക്കുന്ന ഭക്തി. ഈ 3 പില്ലറുകളിലാണ് ക്രിസ്തീയ സഭയെ പടുത്തുയർത്തുന്നത്. இந்த 3 തൂൺകളിൽ தான் ക്രിസ്തു സഭയെ ഉരുവാക്കപ്പെട്ടിരിക്കുന്നത്. ആരൊക്കെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ടോ, யாரெல்லாம் பரிசுத்த மரியாளோடு ஜெபிக்கிறார்களோ അവന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. அவருடைய வாழ்க்கையில் அற்புதம் நடக்கும். കാനായിലെ കല്യാണ വീട്ടിൽ മാതാവ് കടന്നു വന്നു. கானா ஒரு திருமணாவில் மாதா கடந்து வந்தார். അവിടെ അത്ഭുതങ്ങൾ നടന്നു. அங்கே அற்புதங்கள் நடந்தது. നസറത്തിലെ കൊച്ചു വീട്ടിൽ മാതാവ് ജീവിച്ചു. നസ്രത്ത് തിരുകുടുംബത്തിൽ മാതാവ് வாழ்ந்தார். ദൈവം പറഞ്ഞത് മുഴുവൻ
കണ്ണും പൂട്ടി വിശ്വസിച്ചവളാണ് പരിശുദ്ധ കന്യാമറിയം. கடவுள் சொன்னதையெல்லாம் கண்ணை மூடி விசுவசித்தவர் தான் பரிசுத்த மரியாள். എവിടെയൊക്കെ മാതാവ് കടന്നു വരുന്നുണ്ടോ, எங்கெல்லாம் மாதாவு கடந்து வருகிறார்களோ അവിടെയൊക്കെ വലിയ അതിശയങ്ങൾ, ഇടപെടലുകൾ ഞാൻ കാണുകയാണ്. அங்கெல்லாம் பெரிய அதிசயங்கள் நடப்பதை நாம் பார்க்க முடியும். ഒരു വചനം മറക്കരുത്. ஒரு வார்த்தை மறக்க கூடாது. 91 സങ്കീർത്തനം திருப்பாடல் 91 14 വാക്യം. 14வது வார்த்தை. അവൻ എന്നോട്, அவர் என்னோடு സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നത് കൊണ്ട് அன்பில் சேர்ந்திருப்பதனால் ഞാൻ അവനെ രക്ഷിക്കും. நான் அவனுக்கு மீட்பு கொடுப்பேன். അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് அவன் என் பெயரை தெரிந்து கொண்டதனால் ഞാൻ അവനെ സംരക്ഷിക്കും. நான் அவனுக்கு பாதுகாப்பு கொடுப்பேன். അപ്പൊ ഈ കടന്നു പോകുന്ന സമയത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? கடந்து போகிற வேளையில் நாம் என்ன செய்ய வேண்டும்? യേശുവിനോട് നമ്മൾ ഒട്ടിച്ചേർന്ന് നിൽക്കണം. இயேசுவோடு ஒன்றாக சேர்ந்து நிற்க வேண்டும். അവിടുന്ന് നമ്മെ രക്ഷിക്കും, அவர் நமக்கு மீட்பு கொடுப்பார். അവിടുന്ന് നമ്മെ സംരക്ഷിക്കുകയും ചെയ്യും. அவர் பாதுகாப்பு கொடுக்கவும் செய்வார். അങ്ങനെ ദൈവത്തോട് ഒട്ടിച്ചേർന്ന ഒരു ജീവിതമാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെത്. ദൈവത്തോട് சேர்ந்து நின்ற வாழ்க்கை தான் பரிசுத்த கன்னி மரியாள். ആ അമ്മയുടെ നാമം ഒന്ന് വിളിച്ചാൽ, அந்த அம்மாவின் பெயரை அழைத்தால் വിളിപ്പുറത്ത് അമ്മയുണ്ട്. அழைத்தவுடன் அம்மா வருவார். നമ്മുടെ വരുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എൻ്റെ ഹൃദയത്തെ വളരെയധികം ആകർഷിച്ചു. நான் கடந்து வருகிற போது பார்த்த காட்சி இதயத்தை மிகவும் ஆச்சரியப்படுத்தியது. പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്ത് വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു പക്ഷം ഭക്തരായിരിക്കുന്ന മക്കൾ, പരിശുദ്ധ അന്നൈ മറിയയിடம் ജപിத்து ചെല്ലുന്ന ഭക്തിയുള്ള മക്കൾ, ഉരുകുന്ന വേദന മുഴുവൻ മെഴുകുതിരിയായി കത്തിക്കുന്ന ഒരു പറ്റം ആളുകൾ, ഉരുകുന്ന മെഴുകുതിരി പോലെ വേദനയോട് വന്നിരിക്കുന്ന മക്കൾ, ആരോരും അറിയാത്ത രഹസ്യ വേദനകൾ ഒരു മെഴുകുതിരിയായി കത്തിച്ചു വെക്കുന്ന മക്കൾ, ആർക്കും தெரியாத വേദനയാக മെഴുകുതിരി ഉരുകുവதை போல ഉരുകുகிற மக்கள். ആ സമയത്ത് കർത്താവ് സംസാരിക്കുകയായിരുന്നു. அந்த நேரத்தில் கடவுள் என்னோடு பேசினார். കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച നാളിൽ, ஆண்டவர் பெயரை அழைத்த நாட்களில் അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. அவர் எனக்கு பதில் கொடுத்தார். അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. அவர் எனக்கு பதில் கொடுத்தார். അവിടുന്ന് എന്റെ ആത്മാവിന് என்னுடைய ஆன்மாவை ധൈര്യം പകർന്ന് ശക്തിപ്പെടുത്തി. தைரியப்படுத்தி வல்லமை கொடுத்தார். ആരൊക്കെ യേശുവിന്റെ നാമം വിളിക്കുന്നുണ്ടോ, யாரெல்லாம் இயேசு நாமத்தை அழைக்கிறார்களோ, യേശുവിന്റെ വളർത്തിയ പരിശുദ്ധ അമ്മ നാമം വിളിക്കുന്നുണ്ടോ, இயேசு வளர்த்திய பரிசுத்த அம்மை அழைக்கிறார்கள். അവരെ ധൈര്യപ്പെടുത്തുകയും அவரை தைரியப்படுத்தவும் അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും. அவரை ஆசீர்வதிக்கவும் செய்வார். ഏകദേശം ഒരു 16 വർഷങ്ങൾക്കപ്പുറത്ത് 16 ஆண்டுகளுக்கு முன்பு ജെറുസലേം വചന കൂടാരത്തിൽ, எருசலேம் தியான இல்லத்தில் അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. அதிகாலை எழுந்து நான் ஜெபிக்க தயாராகி கொண்டிருக்கிற வேளையில் അപ്പോണ്ട് മാതാവിന്റെ സന്നിധിയിൽ നിന്ന് വാവിട്ട് ഒരു കരച്ചിൽ. அப்போது மாதாவினுடைய சன்னதியில் வாய் விட்டு ஒரு அழுகை சத்தம். പലരോടൊന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കാണാറുണ്ട്. பல மக்கள் அழுது ஜெபிப்பதை பார்த்துள்ளேன். കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് കാണാറുണ്ട്. கரம் உயர்த்தி ஜெபிப்பதை பார்த்துள்ளேன். എന്താണെന്ന് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. நான் இப்படி கவனிக்கவில்லை. കുറച്ചു കഴിഞ്ഞപ്പോൾ അതിശക്തമായ ഒരു അമ്മയുടെ സ്വരമാണെന്ന് എനിക്ക് മനസ്സിലായി. கொஞ்ச நேரத்துக்கு பிறகு தாயினுடைய குரல் என்று தெரிந்தது. ഞാൻ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ആ മാതാവിന്റെ രൂപത്തിന്റെ നേരെ പിറകിലാണ് ഞാൻ താമസിക്കുന്നത്. மாதாவினுடைய ரூபத்தின் பின்பகுதியில் நான் தங்கி இருக்கிறேன். വന്നു കഴിഞ്ഞപ്പോൾ ഒരു അമ്മയുടെ കരച്ചിലാണ്. நான் வெளியே வந்து பார்த்தபோது ஒரு അമ്മാവിൻ അഴുകை. ഞാൻ വന്ന് ചോദിച്ചു, എന്തിങ്ങനെ കുറെ നേരമായാലും ഇങ്ങനെ കരയുന്നത്, എന്തിയ കാര്യം ചോദിച്ചു. நான் வந்து கேட்டேன், ஏன் அம்மா ரொம்ப நேரமாக அழுது கொண்டிருக்கிறீர்கள்? അപ്പോൾ അമ്മച്ചി പറഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ കോരിയിട്ടു ഇങ്ങനെ. அப்ப அம்மா சொன்னது இதயத்தை தொட்டது. എൻ്റെ ഭർത്താവ് എലൈറ്റ് ആശുപത്രിയിലാണ്. என்னுடைய கணவர் எலைட் ஆஸ்பத்திரியில் இருக்கிறார். ഒരു ഓപ്പറേഷന് വിധേയമാകാൻ പോവുകയാണ്. ஒரு ஆபரேஷனுக்கு தயாராக போகிறார். അതിനുള്ള പണം കൊണ്ട് വരാനായിട്ട് മകനോട് പറഞ്ഞിട്ടുണ്ട്. പണം കൊണ്ടുവരുമ്പടിயாக മകനോട് சொல்லியிருக்கிறார். ഞാൻ എന്തിനാണ് ഫാദറെ ആശുപത്രിയിൽ ഇരുന്ന് കരയുന്നത്? நான் எதற்காக ஆஸ்பத்திரியில் போய் அழ வேண்டும்? വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു അമ്മ ഇവിടെ ഉണ്ടല്ലോ. அழைத்தால் அழைப்பு கேட்கிற ஒரு தாய் இங்கு இருக்கிறார். ഞാൻ അമ്മയുടെ മുമ്പിൽ നിന്ന് കരയാൻ വേണ്ടി വന്നതാണ്. தாயின் മുൻപിൽ ഒരു അഴ വന്നിരിக்கிறேன். എന്നിട്ട് കിടന്ന് വാവിട്ട് അഴുത് അഴുത് കരഞ്ഞ് ഇങ്ങനെ പ്രളപിക്കുകയാണ്. വായ് വിട്ട് അഴുത് അഴുത് പുളപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു, അവളുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും. മാതാവ് എന്നോട് അവരുടെ ശിരസിൽ കൈവച്ച് ജപിക്കുമ്പടിയാക. ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാൻ പോവാണ്. അമ്മ ഉங்களுக்காக நான் ஜெபிக்க போகிறேன். നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. കണ്ണീரை തുടയ്ക്കുന്ന ഒരു കടവുൾ இருக்கிறார். കുരിശിൻ ചുവട്ടിൽ മനസ്സ് പതറാതെ നിന്ന ഒരു പരിശുദ്ധ അമ്മയുണ്ട്. സിലുവയിൻ അടിയിൽ മനം തളരാതെ ഒരു തായ് இருந்தார். അതുപോലെ ഒരു അമ്മയാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അതുപോലെ ഒരു അമ്മ തന്നെ എൻ്റെ മുൻപാக നിൽக்கிறீர்கள். കരങ്ങൾ നീട്ടി അമ്മയുടെ ശിരസിൽ കൈകൾ വെച്ചു. കരങ്ങളെ അമ്മാവിൻ ശിരസിൽ കൈകളെ വെച്ചു. ശിരസിൽ കൈകൾ വെച്ച മാത്രമേ അമ്മയോട് വാവിട്ട് കരയാൻ തുടങ്ങി. ശിരസിൽ കൈ வைத்த ഉടനെ വായ് വിട്ട് ആള ആരംഭിത്താർ. മനസ്സിലാക്കുക, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്
ഹൃദയത്തിൽ കർത്താവ് സ്പർശിക്കുമ്പോഴാണ്. புரிந்து கொள்ளுங்கள், அழுது ஜெபிக்கிறோம் என்றால் இதயத்தை ஆண்டவர் தொட்டிருக்கிறார். ഒരു കരച്ചിലിന്റെ മുമ്പിൽ കർത്താവ് കടന്നു പോകുകയില്ല. ஒரு அழுகையை கேட்டு கடவுள் நம்மளை கடந்து போய்விட மாட்டார். ആരൊക്കെ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ടോ? யாரெல்லாம் அழுது ஜெபிக்கிறார்களோ, ബർത്തിമേയുസ് കരഞ്ഞു പ്രാർത്ഥിച്ചു. பெர்த்திமியு அழுது ஜெபித்தார். വിധവയായിരിക്കുന്ന ഏകപുത്രന്റെ അമ്മ കരഞ്ഞു പ്രാർത്ഥിച്ചു. விதவையான ஒரே மகள் தாய் அழுது ஜெபித்தார். കരഞ്ഞാൽ ദൈവം അവിടെ പ്രത്യക്ഷപ്പെടും. அழுதால் கடவுள் அங்கு காட்சி கொடுப்பார். ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. நான் இவ்வாறு ஜெபித்தேன். ദൈവമേ, ആശുപത്രി കിടക്കുന്ന അപ്പച്ചന്റെ പക്കലേക്ക് അവിടുത്തെ ആത്മാവിനെ അയക്കണമേ. ஆஸ்பத்திரியில் இருக்கிற அப்பாவின் அருகில் உமது ஆவியை அனுப்ப வேண்டுமே. യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ. இயேசுவின் திருரத்தத்தால் கழுவி தூய்மைப்படுத்தும். പൂർണ്ണമായി സുഖപ്പെടുത്തണമേ. முழுமையாக குணப்படுத்தும். എന്നിട്ട് ഞങ്ങൾ അല്പസമയം സ്തുതിച്ച് പ്രാർത്ഥിച്ചു. சிறிது நேரம் ஸ்துதித்து ஜெபித்தேன். ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മച്ചി വേഗം ആശുപത്രിയിലേക്ക് ചെല്ല്. அம்மா, நீங்கள் வேகமாக ஆஸ்பத்திரிக்கு செல்லுங்கள். അമ്മയെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന്. அம்மாவை இங்க எதிர்பார்த்து கொண்டிருக்கிறார்கள். അവിടെ ചെന്നപ്പോൾ അന്നത്തെ ഓപ്പറേഷനുള്ള പണവുമായിട്ട് മകൻ ഗേറ്റിന് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. அங்கே சென்றபோது ஆபரேஷன் செய்வதற்குள்ள பணத்தோடு மகன் கேட்டின் அருகில் പണയം വെച്ചിട്ടാണ് ഉള്ളത്, പണയം വെച്ചിട്ടാണ് പണം കൊണ്ട് വന്നിരിക്കുന്നത്. உள்ள நகை அடகு வைத்துக் கொண்டுதான் பணத்தை வாங்கி கொண்டு வந்திருக்கிறார். ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുമ്പിൽ നിന്ന് നിൽക്കുന്ന ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഡോക്ടറെ വിളിച്ചു. ஆபரேஷன் தியேட்டர் முன்பு நிற்கின்ற 10 நிமிடத்துக்கு பிறகு டாக்டர் கூப்பிட்டு சொன்னார், ഇന്നലെ വരെ വയറ്റിൽ വലിയൊരു കട്ടിയായിരുന്നു. நேற்று வரை வயிற்றுக்குள் ஒரு கட்டி இருந்தது. ഓപ്പറേഷൻ ഇല്ലാതെ അത് സാധ്യമല്ലായിരുന്നു. ஆபரேஷன் செய்யாமல் அதை மாற்ற முடியாது. ഓപ്പറേഷൻ മുമ്പായി ഞങ്ങൾ അതിനുള്ള ശുശ്രൂഷകൾ ചെയ്ത് ഇപ്പോൾ നോക്കിയപ്പോൾ ആ കട്ടി വയറ്റിൽ കാണാനില്ല. இப்போது நாங்கள் பார்த்தபோது இந்த கட்டி வயிற்றில் இப்போது இல்லை. ഈ മകന് ഓപ്പറേഷൻ വേണ്ട, இவனுக்கு ஆபரேஷன் வேண்டாம். നീ പൂർണ്ണമായി സുഖം പ്രാപിച്ചിരിക്കുന്നു. முழுமையாக குணம் பெற்றிருக்கிறார். അവിടുന്ന് നേഴ്സുമാരടക്കം അന്ന് ഏകദേശം ഒരു 10 മണി 11 മണിയായപ്പോൾ ഒരു ആംബുലൻസിൽ കയറ്റി ആ സഹോദരൻ അവിടെ കൊണ്ടുവന്ന് ഓർക്കുന്നുണ്ട്. அது ஒரு 10 மணி ஆகும்போது அவரை ஜெருசலேமிலிருந்து கொண்டு வந்ததை நினைத்து பார்த்தேன். അവിടെയുള്ള നേഴ്സുമാരടക്കമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. அங்க இருக்கிற நர்സുமாரோடு சேர்ந்து வந்திருக்கிறார். എന്താണ് ഇവിടെ സംഭവിച്ചെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. என்ன இங்க நடந்தது என்று அவருக்கு தெரியவில்லை. നമ്മൾ കർമ്മല മാതാവിന്റെ മുമ്പിൽ ഇരുന്ന് അഴുത് പ്രാർത്ഥിച്ചാൽ, கர்மல மாதாவின் முன்பு அழுது വചനം ഇരുന്ന് പ്രാർത്ഥിച്ചാൽ, இறைவார்த்தை கேட்டு ஜெபித்தால், കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ, கண்ணீரோடு ஜெபித்தால், ഞാൻ പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങളിലേക്ക് മാതാവ് കടന്നു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. நான் ஜெபிக்கிற காரியத்திற்கு மாதாவு கடந்து வருவார் என்று நான் விசுவசிக்கிறேன். ഹല്ലേലൂയ, ஹல்லேலூயா, ഹല്ലേലൂയ. സഭയുടെ അടിസ്ഥാനപരമായിരിക്കുന്ന വിശ്വാസമാണ്, சபையில் அடிப்படையான விசுவாசம் தான் പരിശുദ്ധ കന്യാമറിയം അമലോത്ഭവയാണ്. பரிசுத்த கன்னிமரியாள் ஒரு அமலோல்பவம். പാപമേശാതെ ജനിച്ചവളാണ്. பாவத்தை ஏற்காமல் வாழ்ந்தவள். പരിശുദ്ധ കന്യാമറിയം നിത്യ കന്യകയാണ്. பரிசுத்த கன்னிமரியாள் நித்திய கன்னிகையாக இருக்கிறார். പരിശുദ്ധ കന്യാമറിയം സ്വർഗാരോപിതയാണ്. பரிசுத்த கன்னிமரியாள் விண்ணரசியாக இருக்கிறார். പരിശുദ്ധ കന്യാമറിയം ദൈവമാതാവാണ്. பரிசுத்த கன்னிமரியாள் இயேசுவினுடைய அம்மா. ഈ 4 കാര്യങ്ങൾ വിശ്വാസ സത്യമാണത്. இந்த 4 விசுவாசத்தின் உண்மை. എന്താണ് വിശ്വാസ സത്യം 4 പറഞ്ഞത്? விசுவாசத்தின் உண்மையை 4 சொல்கிறேன். 1 മറിയം അമലോത്ഭവയാണ്. முதலாவது மரியம் அமலோல்பவம். 2 മറിയം നിത്യ കന്യകയാണ്. இரண்டாவது நித்திய கன்னிகை. 3 മറിയം സ്വർഗാരൂപിതയാണ്. 3 விண்ணரசியாக இருக்கின்றார். 4 പരിശുദ്ധ മറിയം ദൈവത്തിന്റെ അമ്മയാണ്. பரிசுத்த மரியாள் இயேசுவினுடைய அம்மா. അതാണ് നമ്മൾ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ മാതൃ സാന്നിധ്യം ഇപ്പോൾ ഈ ആലയത്തിലും ഇതിന്റെ പരിസരങ്ങളിലും നിറയുന്നതായി ഞാൻ കാണുകയാണ്. மாதாவோடு ஜெபிக்கிற போது இப்போது ஆலயத்தில் மாதாவுடைய பிரசன்னம் இந்த இடம் முழுவதும் இருப்பதை பார்க்க முடிகிறது. വലത് കരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ കൂപ്പിടുങ്കോ, കുരലുയർത്തി വിളിച്ചേ. നമ്മുടെ 14-ാം ലിയോ മാർപ്പാപ്പയുടെ പിൻഗാമിയായിരുന്ന 13-ാം ലിയോ മാർപ്പാപ്പ, 14ஆம் லியோ போப்பாண்டவருக்கு பின்காமியாக இருந்த 13வது போப்பாண்டவர் മാതാവിനെ കുറിച്ച് മനോഹരമായിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. மாதாவை பற்றி அழகான ஒரு காரியத்தை சொல்லி இருக்கிறார். അതിൽ 4 കാര്യങ്ങളാണ് 13-ാം ലിയോ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. 4 காரியங்கள் தான் 13ஆம் போப்பாண்டவர் சொல்லி இருக்கின்றார். ഒന്നാമത്, முதலாவதாக മാതൃഭക്തി എല്ലാ തിന്മകൾക്കുള്ള മരുന്നാണ്. மாதாவுடைய பக்தி எல்லா தீமைகளுக்கும் உள்ள ஒரு மருந்தாகும். നമ്മൾ തിന്മയുടെ ശക്തിയൊക്കെ ബന്ധിച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൂടി ഇരിക്കുകയാണ്. தீமையுடைய சக்தியை ஓட்டிய போது நான் ஜெபித்திருக்கிறோம். അലസത, சோர்வு, ക്ഷീണം, சோர்வு, ഉറക്കം, தூக்கம், അഹങ്കാരം, ஆணவம், ദ്രവ്യാഗ്രഹം, பொருளாசை, ജഡികാസക്തി, உடல் இச்சை, കോപം, கோபம், അസൂയ, பொறாமை. ഇതൊക്കെ
എന്ത് രോഗമാണെങ്കിലും എന്ത് ആത്മീയ രോഗമാണെങ്കിലും അതിനുള്ള മരുന്നാണ് പരിശുദ്ധ കന്യാമറിയം. இதுபோல ஆத்மீயமான நோய்களுக்குள்ள மருந்து தான் பரிசுத்த கன்னிமரியாள். നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ സാധിക്കും. நான் இவ்வாறு இருக்கின்ற போது பரிசுத்த மரியாள் நம் உள்ளத்திற்குள் கடந்து வர முடியும். എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനായിട്ട് പരിശുദ്ധ കന്യാമറിയത്തിന് സാധിക്കും. என் இதயத்தை தூய்மைப்படுத்த பரிசுத்த கன்னிமரியாள் முடியும். കാരണം മറിയം അമലോത്ഭവയാണ്. காரணம் மரியம் அமலோல்பவமாக இருக்கின்றார். മറിയം നിത്യകന്യകയാണ്. மரியம் நித்திய கன்னியாக இருக்கிறார். സ്വർഗാരൂപിതയാണ്. விண்ணேற்பு மாதாவு. നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ நாம் இங்கே இருக்கின்ற போது സ്വർഗത്തിലിരുന്ന് മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ടെന്ന് എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? விண்ணகத்திலிருந்து மாதாவு நமக்கு வேண்டி பரிந்துரை ஜெபிக்கிறார்கள் என்று எத்தனை பேருக்கு நம்ப முடியும்? നമ്മൾ കർമ്മല മാതാവിന്റെ മുമ്പിൽ കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ கர்மல மாதாவின் முன்பு கரம் கூப்பி ஜெபிக்கின்ற போது സ്വർഗത്തിലിരുന്ന് യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? விண்ணகத்திலிருந்து இயேசு நமக்காக பரிந்துரை செய்கிறார் என்று எத்தனை பேருக்கு விசுவாசம் இருக்கிறது? വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരിലാണ് ഈ അത്ഭുതം കാണുന്നത്. விசுவசித்து ஜெபிப்பவருக்கு தான் அற்புதம் நடக்கும். നമ്മൾ കാണുന്ന ഈ രൂപത്തിന്റെ മുമ്പിൽ നിന്നല്ല പ്രാർത്ഥിക്കുന്നത്. கர்மல் ரூபத்தின் முன்பு அல்ல நாம் ஜெபிப்பது. അതുകൊണ്ടാണ് 13 ലയോ മാർപ്പാപ്പ പറഞ്ഞത്, 13 ലയ പോപ്പാണ്ടവർ சொல்லுகிறார், മാതൃഭക്തി എല്ലാ തിന്മകൾക്കുള്ള മരുന്നാണ്. മാതാവിൻ ഭക്തി എല്ലാ തീമൈകൾക്കും മരുന്ന്. രണ്ടാമത്തെ കാര്യം പരിശുദ്ധ പിതാവ് പറഞ്ഞത്, இரண்டாவது காரியம் பிதாവ് சொல்லி, എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമാണ് പരിശുദ്ധ കന്യാമറിയം. എല്ലാ ആശീർവാദത്തിൻ തുടക്കം தான் பரிசுத்த கன்னிமரியாள். അനന്തമായ ശക്തിയുള്ള ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നവളാണ് പരിശുദ്ധ കന്യാമറിയം. அளவில்லாத வல்லமையோடு கடவுள், அளவில்லாத வல்லமையுள்ள கடவுளோடு சேர்ந்து ஜெபிப்பவர் பரிசுத்த மரியாள். അതുകൊണ്ട് അനന്തമായ സാധ്യതകൾ അവിടെ നമുക്ക് തുറന്നു തരും. அளவில்லாத காரியங்கள் நமக்கு அங்கே திறந்து கிடைக்கும். അതുകൊണ്ടാണ് കൃപയുടെ വിതരണക്കാരിയാണ് പരിശുദ്ധ കന്യാമറിയം എന്ന് പറയുന്നത്. അരുളை പരിമാറിക്കൊണ്ട് இருப்பவர் தான் பரிசுத்த கன்னிமரியாள். സഭയിൽ എല്ലാ നന്മകളും ക്രിസ്ത്യാനികളായി നമുക്ക് ജനകോടികൾക്ക് തരുന്ന ഒരു വിതരണക്കാരിയാണ് പരിശുദ്ധ കന്യാമറിയം. സഭയിലുള്ള എല്ലാ നന്മകളും ക്രിസ്തുക്കൾക്കാக പരിമാറിക്കൊണ്ടിരിപ്പவர் தான் പരിശുദ്ധ കന്നിമരിയാൾ. ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും മാതാവിനോട് ഭക്തി കൊണ്ട് ജ്വലിക്കുന്നവരാണ്. ഉലകത്തിൽ എങ്ങ് ചെന്നാലും മാതാവിന്റെ ഭക്തിയിൽ നാം ജ്വലിക്ക വേണ്ടും. ഇന്ന് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറെ പേര് പ്രാർത്ഥിച്ചപ്പോൾ എല്ലാവരുടെ കൈവശം, ഭൂരിഭാഗം ആളുടെ കൈവശം ജപമാലയും കുരിശും ഞാൻ കണ്ടു. ഇങ്ങനെ വന്ന മക്കൾ ജപിച്ചപ്പോൾ അനേവർ കയ്യിലും ജപമാലയും സിലുവയും ഇരുപ്പதை பார்த்தேன். ആശീർവദിക്കാനായിട്ട് വന്നതാണ്, ആശീർവദിക്ക് കൊണ്ടുവന്നാர்கள். എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈവശം ജപമാല നമ്മുടെ കൈവശം ഉണ്ടായാൽ, ജപമാല നം കൈകളിൽ ഇരുന്നാൽ, പരിശുദ്ധ പിതാക്കന്മാർ പറയുന്നു, പോപ്പാണ്ടവർ சொல்லுகிறார், കയ്യിൽ ഇരിക്കുമ്പോൾ അതൊരു ആയുധമാണ്, കയ്യിൽ ഇരിക്കുന്ന പോത് ഒരു ആയുധം, കഴുത്തിൽ ധരിക്കുമ്പോൾ അതൊരു ആഭരണമാണ്, കഴുത്തിൽ അണിந்து കൊള്ളുന്ന പോത് ഒരു ആഭരണം. അപ്പൊ നമ്മുടെ കഴുത്തിലും കയ്യിലും ഒരു ജപമാല വേണം. നമ്മുടെ കഴുത്തിലും കയ്യിലും ഒരു ജപമാല വേണ്ടും. നമ്മൾ പോകുന്നവരൊക്കെ ഇന്ന് ജപമാലയൊക്കെ വാങ്ങിച്ച് അത് കഴുത്തിൽ ഒരെണ്ണം കയ്യിൽ ഒരെണ്ണം പിടിച്ച് നടന്നു നോക്ക്. ജപമാല വാങ്ങി കഴുത്തിലും കയ്യിലും പോട്ട് നാം നടക്ക വേണം. പട്ടത്തുപാദന്റെ ഏതെങ്കിലും പോക്കറ്റ് നോക്കി കഴിഞ്ഞാൽ ഒരു ജപമാലയെങ്കിലും ഉണ്ടാകാതിരിക്കുകയില്ല. പട്ടത്തുപാദന്റെ പോക്കറ്റിൽ എപ്പോൾ ഒരു ജപമാലയാവത് ഇരിക്കും. കാരണം പരിശുദ്ധ അമ്മയിലൂടെ എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മ വഴി നിറയെ ആശീർവാദം കിടത്തിരിക്കുന്നത് ഞാൻ നിങ്ങളോട് തുടർന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളുടെയും വിതരണക്കാരിയാണ് പരിശുദ്ധ കന്യാമറിയം. എല്ലാ ആശീർവാദത്തെയും പരിമാറിക്കൊണ്ടിരിപ്പവർ தான் പരിശുദ്ധ മറിയാൾ. മൂന്നാമത് 13 ലയോ മാർപ്പാപ്പ പറയുന്നത്, മൂന്നാമത് 13 ലയ പോപ്പണ്ടവർ சொல்லுகிறார், തിന്മയ്ക്കെതിരെ ഉപയോഗിക്കുന്ന മൂർച്ചയുള്ള ആയുധമാണ് പരിശുദ്ധ കന്യാമറിയം. തീമയ്ക്കെതിരാக பயன்படுத்துகிற கூர்மையான ஆயுதம் தான் പരിശുദ്ധ കന്യാമറിയാൾ. ജപമാല പിടിച്ചാണ്ട് മുന്നോട്ട് പോകുമ്പോൾ, ജപമാല പിടിച്ച് മുന്നേറുകിன்ற പോത് കുടിപ്പഴക്കങ്ങൾ വിട്ടുപോകും, കുടിപ്പഴക്കം മാറും, ജഡികമായ ആസക്തികൾ വിട്ടുപോകും, ഉടൽ ഇച്ഛകൾ മാറിപ്പോകും. കാരണം അമല മനോഹരിയായ പരിശുദ്ധ അമ്മയാണ് കരങ്ങൾ പിടിച്ച് നീങ്ങുന്നത്. അമലോത്ഭവ മാതാവിടെ ജപമാല കരങ്ങളിൽ പിടിച്ചിരിക്കുന്നോ. അതുകൊണ്ട് കൽക്കരിക്കട്ട പോലെയുള്ള നമ്മുടെ ജീവിതത്തെ, കരിക്കട്ട പോലെ ഇരിക്കുന്ന നമ്മുടെ വാഴ്ക്കൈ പരിശുദ്ധാത്മാവിന്റെ തീക്കട്ടയാക്കി മാറ്റാനായിട്ട് പരിശുദ്ധ ആവിയാൻ നെരുപ്പ് കെട്ടിയാക മാറ്റുവதற்கு പരിശുദ്ധ കന്യാമറിയത്തിന് സാധിക്കും. പരിശുദ്ധ കന്യാമറിയാളാൽ മുടിയും. അതാണ് പിതാവ് നമ്മോട് പറയുന്നത്. അതാണ് പിതാവ് നമ്മോട് சொல்லுகிறார். നാലാമതായിട്ട് എല്ലാ മുറിവുകളും വെച്ച് കെട്ടുന്നവളാണ്
പരിശുദ്ധ കന്യാമറിയം. நான்காவது எல்லா காயங்களுக்கும் மருந்து போடுபவர் தான் பரிசுத்த மரியாள். നമുക്ക് എന്ത് സങ്കടം ഉണ്ടായാലും ആരുടെ പക്കലേക്ക് പോകാം? நமக்கு ஏதாவது சங்கடம் வந்தா யார் அருகில் செல்ல முடியும்? അമ്മയുടെ പക്കലേക്കാണ് നമ്മൾ പോകുന്നത്. அம்மாவின் அருகில் தான் செல்ல முடியும். അമ്മയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ அம்மாவின் அருகில் சென்றால் ഏത് കാര്യങ്ങൾക്കും അവിടെ സൗഖ്യമുണ്ട്. என்ன காரியத்திற்கும் சௌக்கியம் கிடைக்கும். അതുകൊണ്ട് നമ്മുടെ രോഗപീഠകളുടെ സമയത്തും நமது நோய் நொடி வருகிற வேளையில், അതുപോലെ തന്നെ തിന്മകൾ കടന്നു വരുമ്പോഴും, நமது வாழ்க்கையில் தீமை கடந்து வருகின்ற போது, പൈശാചിക ശക്തികൾ കടന്നു വരുമ്പോഴും பாவக்கட்டுகள் கடந்து வருகின்ற നമ്മൾ போது കടന്നു ചെല്ലേണ്ടത് நாம் கடந்து செல்வது പരിശുദ്ധ അമ്മയുടെ പക്കലേക്കാണ്. பரிசுத்த தாயின் அருகில்தான். അത് കാര്യം അവിടെ അവസാനിക്കട്ടെ. அந்த காரியம் அப்படி முடியட்டும். ഇനി മാതാവ് പറഞ്ഞ 5 സ്റ്റേറ്റ്മെന്റുകളുണ്ട്. மாதாவுக்குரிய 5 ஸ்டேட்மெண்ட்கள். സഭയുടെ പഠനത്തിലൂടെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. சபையினுடைய படிப்பை நான் கற்றுக் கொடுக்கிறேன். അല്പം ആഴത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുകയാണ്. ஆழமாக நீங்கள் கவனிக்க வேண்டும். പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുള്ള 5 സ്റ്റേറ്റ്മെന്റുകൾ, പരിശുദ്ധ കന്യമറിയാൾക്കുரிய 5 സ്റ്റേറ്റ്മെന്റുകൾ, ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഈ 5 വചനങ്ങൾ പഠിച്ചാൽ, கிறிஸ்தவ வாழ்க்கையின் பிரச்சனைக்கு நடுவே இந்த 5 காரியங்களை கற்றுக்கொண்டால், ഇതിന്റെ ആത്മീയ രഹസ്യങ്ങൾ മനസ്സിലാക്കിയാൽ, ஆத்மீய ரகசியங்களை புரிந்து கொண்டால் അത്ഭുതങ്ങൾ നടക്കും. அற்புதங்கள் நடக்கும். ഇതാ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. முதல் ஸ்டேட்மெண்ட் ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39-ാം വാക്യം. ലൂക്കാ 1:39. അവിടെ എന്താണ് കാണുന്നത്? அங்கே என்ன பார்க்கிறோம்? മാതാവ് പറയുന്ന ഒരു വാക്യമാണ്. மாதா சொல்கிற ஒரு வார்த்தை, ഇത് എങ്ങനെ സംഭവിക്കും? இது எப்படி நிகழும்? എൻ്റെ മകന് ഇത് സംഭവിക്കുമോ? இது என் மகள் இது நடக்குமா? എനിക്കൊരു കുഞ്ഞിനെ കിട്ടുമോ? எனக்கு ஒரு குழந்தை கிடைக்குமா? അടുത്ത വർഷം ഒരു വീട് കെട്ടാൻ സാധിക്കുമോ? அடுத்த வருடம் வீடு கட்ட முடியுமா? എൻ്റെ കടക്കണി വിട്ടുമാറുമോ? கடன் பிரச்சனை மாறுமா? ഇത് എങ്ങനെ സംഭവിക്കും? இது எப்படி நடக்கும்? ഞാൻ നിങ്ങളോട് ഒരു അനുഭവം പങ്കിടുകയാണ്. ഒരു അനുഭവത്തെ കൂറുகிறேன். ജിൻഡോ റോസ്മോൾ എന്ന് പറയുന്ന ഭാര്യ ഭർത്താക്കന്മാർ, ജിൻഡോ റോസ്മോൾ എൻகிற കണവൻ മனைவி, 8 വർഷങ്ങളായി മക്കളില്ലാതിരുന്ന ഒരു ദമ്പതി, 8 ஆண்டுகளாக குழந்தை இல்லாத ஒரு தம்பதி, ലക്ഷങ്ങൾ അവർ ചെലവഴിച്ചു. ₹1,00,000 மேல் செலவு செய்தார்கள். അവിടെ ജീവിതത്തിൽ കണ്ണുനീരും കയ്യുമായി. வாழ்க்கை முழுவதும் கண்ணீரோடு தான் போயது. അപ്പോഴാണ് ആരോ പറഞ്ഞത്, ജെറൂസലേമിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്കുള്ള പ്രാർത്ഥനയുണ്ടെന്ന്. ஜெருசலேமில் குழந்தைகள் இல்லாத தம்பதிகளுக்கு ஜெபம் நடக்கிறது என்று யாரோ சொன்னார்கள். ഒരു വളരെ നേരത്തെ വന്ന് മാതാവിന്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. அவர் சீக்கிரமாகவே வந்து மாதாவின் அருகில் ஜெபிப்பதை பார்க்க முடிந்தது. 3-ാമത്തെ ഞായറാഴ്ചകളിലാണ് പ്രാർത്ഥന നടക്കുന്നത്. 3வது ஞாயிற்றுக்கிழமை அந்த ஜெபம் நடைபெறுகிறது. അവിടെ കുരിശിന്റെ ആശ്വാദ സമയത്തും, சிலுவை ஆசீர்வாத வேளையில், അതുപോലെ തന്നെ വചന സന്ദേശ സമയത്തും, இறைச்செய்தி കൊടുക്കുന്ന നേരത്തിലും ജിൻഡോയെയും അതുപോലെ തന്നെ റോസ്മോളിനെയും എൻ്റെ കണ്ണിൽപ്പെട്ടു. ജിൻഡോവും റോസ്മോളും എൻ കണ്ണുകളിൽ தெரிந்தார்கள். ഞാൻ നോക്കിയപ്പോൾ കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ വീഴാണ്. അവர்கள் കണ്ണുകളിലിருந்து കണ്ണീർ വിழுந்து കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ദൈവമേ, അവരെന്ത് പ്രശ്നമാണെങ്കിലും അവരെ സുഖപ്പെടുത്തണമേ എന്ന്. കടവുളെ என்ன பிரச்சனையா இருந்தாலும் அவர்களை குணப்படுத்தும் என்று എന്നിട്ട് ஜெபித்தார். അച്ഛന്മാരായ ഞങ്ങൾ എല്ലാവരും അവിടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. அருள் தந்தை நாங்கள் அவர் சிரசில் கை வைத்து ஜெபித்தோம். അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ വളരെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്താ പ്രശ്നം എന്താണെന്ന്. நீங்கள் நன்றாக அழுது ஜெபிக்கிறார்களே, உங்களுக்கு என்ன பிரச்சனை என்று கேட்டேன். 2 പേരും പൊട്ടിക്കരയാണ് ചെയ്യുന്നത്. 2 பேரும் வாய் விட்டு அழுகிறார்கள். ഞാൻ അവരോട് പറഞ്ഞു, அவரிடம் கூறினேன், എല്ലാവരോടും